ഹായ് ഫ്രണ്ട്സ്, സാപ്പിണ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. 2 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് 18-ാം തീയതി ചെയ്താണ് വീഡിയോ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളും അതുകൂടാതെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിം ടച്ച് മീ നോട്ട് എന്ന ഷോർട്ട് ഫിലിം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ആദ്യം തന്നെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ ബിഹൈൻഡ് വെയിൽസ് എന്നൊരു ഹിന്ദി മൂവിയാണ്. ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഐട്യൂൺസിലാണ് ഈ ഒരു സിനിമ ഇന്നിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ലൈറ്റ്സ് ഔട്ട് എന്ന് പറഞ്ഞൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ആമസോൺ പ്രൈം, ഐട്യൂൺസ്, ബുക്ക് മൈ ഷോസ് ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ 2 സിനിമകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തായിട്ടുള്ളത്. ഇത് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളോ നോക്കാം. ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സാഹസിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന 50 കോടി ക്ലബിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ നെസ്ലിനോ അതുപോലെ തന്നെ മമിത ബൈജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ ഒരു കൂട്ടച്ചിരിയോടുകൂടി തന്നെ, അതായത് എന്താ പറയുക, അത്രയും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ് പ്രേമലു പറഞ്ഞ സിനിമ. ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. മാർച്ച് മാസം അവസാന വാരം, അതായത് ഈസ്റ്റർ പ്രമാണിച്ച് ഈ ഒരു സിനിമ പ്രേമലു പറഞ്ഞ സിനിമ OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയ അപ്ഡേറ്റുകൾക്ക് നമുക്ക് കാത്തിരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് മലയാളത്തിലുള്ളൊരു സിനിമയാണ്. റാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളം മാക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ പിന്നെ നമ്മുടെ ഭാവനി, അതുപോലെ തന്നെ പാർവതി തിരുവോത്ത്, പിന്നെ ഹണി റോസ്, ഇന്ദ്രൻസ്, കുറേ താരനിരകൾ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. തിയേറ്ററിൽ വിജയിക്കാൻ സാധിച്ചില്ല ഈ ഒരു സിനിമയ്ക്ക്. മാർച്ച് മാസം 3-ാം തീയതി ഈ ഒരു സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഷാഹിദ് കപൂർ അതുപോലെ തന്നെ കൃതി സനോനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സയൻസ് ഫിക്സ് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തേരി ബാത്തോമേ ഏസാ ഉൽജ ചിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ തിയേറ്ററിൽ ഹിറ്റാണ് ഈ ഒരു സിനിമ. തിയേറ്ററിൽ സിനിമ കണ്ടിരുന്നു, റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല. എന്തായാലും റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ജിയോ സിനിമയാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ. അടുത്തത് ഒരു ഹിന്ദി ഡയറക്റ്റ് OTT റിലീസ് സിനിമയാണ്. എ വതൻ മേരേ വതൻ ആണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ മാർച്ച് മാസം 21-ാം തീയതി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് റിലീസ് ചെയ്ത പിന്നെ കേരള ക്രൈം ഫയൽസ്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സീരീസ് ആയിരുന്നു കേരള ക്രൈം ഫയൽസ് എന്ന സീരീസ്. ഈ സീരീസിൻ്റെ 2nd സീസൺ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ. ഈ 2024 അവസാനം ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി തന്നെയായിരിക്കും ഈ സീരീസ് റിലീസ് ചെയ്യാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകൾ വരുന്നത് വരെ. ഓക്കെ, അടുത്തത് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സാഹസിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലീവാണ് സ്വന്തമാക്കിയെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് OTT റൈറ്റ്സ് ഏത് OTT പ്ലാറ്റ്ഫോമാണെന്നുള്ളത്. അപ്പം ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യും നോക്കിക്കഴിഞ്ഞാൽ 40 ദിവസങ്ങൾക്ക് ശേഷം OTT റിലീസ് ചെയ്യുന്നതാണ് പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ മാസം ആദ്യ വാരം നമുക്ക് ഈ ഒരു സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ. ഒരു പരീക്ഷണ ചിത്രം കൂടിയാണ്. ഒരു കിടൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിൽ ഈ ഒരു സിനിമ. എല്ലാവരും തിയേറ്റർ തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് തമിഴിൽ നിന്നുള്ളൊരു സിനിമയാണ്. ജയൻ രവി, കീർത്തി സുരേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൈറൺ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ ആദ്യ വാരം ഈ സിനിമ നമുക്ക് പിന്നെ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഹെഡ് ബീറ്റ് ആണ് തമിഴ് സീരീസിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന തമിഴ് സീരീസാണ് ഹെഡ് ബീറ്റ് ആണ് സീരീസ്. മാർച്ച് മാസം 8-ാം തീയതി ഈ ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി മൾട്ടി ലാംഗ്വേജ് റിലീസ് ചെയ്യുന്നതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ. അടുത്തത് ഫെബ്രുവരി മാസം 23-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു തമിഴ് സിനിമയാണ്
സിംഗപ്പൂർ സലൂൺ എന്ന് പറഞ്ഞ സിനിമ. ആർ.ജെ. ബാലാജി, സത്യരാജ് ലാൽ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി മാസം 23-ാം തീയതി ടെൻറ്റുകോട്ട് വഴി ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസാണ് ഈ മാസം തന്നെ ഫെബ്രുവരി മാസം 23-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസാണ് പോച്ചർ എന്ന് പറഞ്ഞ സീരീസ്. ആമസോൺ പ്രൈം വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റോഷൻ മാത്യു, നിമിഷ സജയ് എന്നിവരൊക്കെയാണ് ഈ സീരീസിന് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. 1-2 സിനിമകൾ കണ്ടിട്ടുണ്ട്, അതിനൊന്നും റിവ്യൂസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വീടിൻ്റെ അടുത്ത് ഉത്സവം കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഓട്ടത്തിലാണ്. അവിടെ പോവും, ലേറ്റാകും വരാൻ. അതുകൂടാതെ പിന്നെ വേറെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ചെയ്യാൻ ഇപ്പോൾ എന്താ പറയുക, സാധാരണ ചെയ്യുന്ന സമയത്തൊന്നും അല്ല ചെയ്യുന്നത്, ടൈം ലേറ്റായി പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ടൈമിൽ തന്നെ എത്തിക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് മുന്നിലേക്ക്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.